ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ്. ശനിയാഴ്ച നിങ്ങൾക്കറിയാലോ, കുട്ടികൾ മൂന്നാളും കൂടിയുള്ള ദിവസമാണ്. പക്ഷേ ഇന്ന് പലപ്പോഴായിട്ട് ആദ്യം രണ്ടുപേരും ഒന്നിച്ച് പോയി, പിന്നെ പാച്ചു ഒറ്റയ്ക്ക് പോയി. അങ്ങനെ ഇന്ന് ഗ്യാപ്പിട്ടായതുകൊണ്ട് ആ ബഹളം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം മാത്രം അവർ ഒന്നിച്ചുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാവിലെ എണീറ്റു. ഇന്ന് രാവിലെ എന്തുട്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഗോതമ്പ് ദോശ ഉണ്ടായിരുന്നു, ഡിമ്പിളുടെ സ്പെഷ്യൽ ഗോതമ്പ് ദോശ, തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പതിവില്ലാണ്ട് എല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. പൂരി ഞാൻ ചപ്പാത്തിയുടെ ബാക്കി ഉണ്ടായിരുന്ന പൂരിയായിരുന്നു. അപ്പോൾ അതും മസാലക്കറി, അപ്പോൾ രണ്ടിനും കൂടിയിട്ട് ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഡാഡി അവിടെ മറ്റേ മണി പ്ലാന്റ് വലുതായത് മാറ്റി കെട്ടുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായി വിചാരിക്കണു ഇതൊക്കെ ഒന്ന് ചെയ്യണമെന്ന്. പക്ഷേ എന്തോ പറ്റണില്ല. ഒന്നെങ്കിൽ സമയം കിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികൾ പിന്നാലെ നിൽക്കുമ്പോൾ അവർ ബെഡ്റൂം മറ്റേ ടാപ്പിൽ കളിക്കണ കാരണം ഞാനധികം പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാറില്ല കേട്ടോ. അങ്ങനെ ഡാഡി ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അപ്പോഴൊക്കെ ആയിട്ടാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. ഒന്നിച്ചിരുന്നു. അപ്പോൾ പിള്ളേർ രണ്ടുപേരും ഒന്നിച്ചിരുന്നു. ഞാനിതുപോലെ ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ കഴിച്ചു. ഡോണും ഡാഡിയും ഒന്നിച്ചിരുന്നു. അപ്പോൾ ഞാനാണിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ അപ്പോഴൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഒരാൾ കേട്ടോ. അങ്ങനെ കുട്ടികൾ അവർ 3 പേരും അതെ തന്നെ മുറ്റത്തിറങ്ങി കളിച്ചു തുടങ്ങി. ചാക്കോച്ചനും അതെ അവരുടെ കൂടെ എന്താ പറയുക, അവരുടെ കൂടെ കൂടി കളിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അകത്തുനിന്നുള്ള ആ ബഹളവും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്കായി. പിന്നെ അവനെ എന്താ പറയുക, അവനെ നോക്കും. പിന്നെ ചേട്ടന്മാരായാലും നല്ലോണം നോക്കുന്നുണ്ട് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുട്ടികളായ പോലെ 3 ആളും കൂടിയുള്ള കളി കാണുമ്പോൾ പക്ഷേ എപ്പോഴും നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെ ഗേറ്റ് എപ്പോഴും ലോക്ക്ഡാണ്. കാരണം പിള്ളേരല്ലേ, പിന്നെ ആരെങ്കിലും വന്നാലും ഒന്നും നമ്മളറിയില്ല. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടടുത്ത് നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ. അപ്പം അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ, മസാലയും ഇതാണ്. അപ്പോൾ ആ പരിപാടി കഴിയുന്ന സമയത്ത് ഞാൻ വേഗം വാഷിംഗ് മെഷീനിൽ തുണികൾ അലക്കാട്ടു കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ പണികൾ എടുക്കുമ്പോഴും എനിക്ക് മറ്റേ റൂത്തി മോളെ ഓർമ്മ വരിക. കാരണം ആ കുട്ടി നമ്മൾ വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ചിരിയാണ് കേട്ടോ. കാരണം എനിക്ക് ഇന്നെന്തോ ഓരോ പണികളെടുക്കുമ്പോഴും എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു, ഒന്ന് ഇരിക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഓർമ്മയിൽ ഈ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഞാനത് തമാശയ്ക്കാണ് പറയണത്. എനിക്കതിനെപ്പറ്റി വേറെ വ്യാകുലം ഒന്നുമില്ല കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ പിള്ളേർസ് 11:15 ഇവർക്ക് പാരൻറ്റ്സ് മീറ്റിങ്ങിന് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാച്ചു പുതിയ ഡ്രസ്സ്, തോമു പുതിയ ഡ്രസ്സ്, അപ്പോൾ അതൊക്കെ ഇട്ട് അവർ മീറ്റിങ്ങിന് അമ്മമാരുടെ കൂടെ പോവുകയാണ്. അപ്പം ഇവിടെ ചാക്കോച്ചി എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞു. ഡാഡി ഓൾറെഡി പോയി കഴിഞ്ഞു. ഡാഡിക്ക് ഞാൻ പറഞ്ഞു 2 നേരവും പോകേണ്ട കാര്യമുണ്ട്, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ഡാഡി രാവിലെ ഡാഡിയുടേതായ കാര്യങ്ങൾക്ക് പോയപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഓട്ടോയിൽ പൊക്കോളാം, അതിനു വേണ്ടി ഡാഡി മെനക്കെട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പിള്ളേരെയും കൊണ്ട് അവരൊന്നിച്ചിറങ്ങി. അപ്പോൾ 2 പേരും ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരാശ്വാസമാണ്. ഒരാൾ പോയാൽ മതി. ഇതിപ്പോൾ പാരൻറ്റ്സ് മീറ്റിംഗ് ആയ കാരണം 2 ആളും കൂടി ഒന്നിച്ച് പോയി ഒന്നിച്ച് വരണം. അപ്പോൾ ആ ഒരു ഐക്യം കുട്ടികളിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് മാറി 2 പേരും വാച്ച് വേണം. ഒരാൾ വാച്ച് കിട്ടിയപ്പോൾ അടുത്ത ആൾക്ക് വാച്ച് വേണം. ഒരാൾ സോക്സ് ഇട്ടപ്പോൾ അടുത്ത ആൾക്ക് സോക്സ് വേണം. അങ്ങനെ എന്താ പറയുക, അവർ തമ്മിൽ ഒരു ഇതാണ്. അങ്ങനെ ഡിവൈൻ അവർ പുറത്തിറങ്ങിയപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആഞ്ഞ് പരിശ്രമിക്കുക. 1-2 കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഡിവൈൻ എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് ഒപ്പിക്കും. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഓടുമ്പോൾ എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടാവും ഡിവൈനിന്. അങ്ങനെ ആ സമയത്ത് ഡിംപിൾ ജസ്റ്റ് മാറാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പിള്ളേരുകൾ പാച്ചുവിനെ കുളിപ്പിച്ച് മാറ്റി ഇറക്കിയതിന് ശേഷമാണ് ഡിംപിൾ ഡ്രസ്സ് ചെയ്യാൻ പോയത്. അപ്പോൾ അവർക്ക് 11:15 തൊട്ട് അരമണിക്കൂർ എന്നങ്ങടെ പറഞ്ഞ്. അപ്പോൾ പോയേക്കാളും സ്പീഡിൽ വരാം. അതുകൊണ്ട് തന്നെ അക്കിയുടെ അവിടെയൊന്നും മോനെ കൊണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഇന്നലെ ഓൾറെഡി എല്ലാ ഭാഗങ്ങളും ഒതുക്കി കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇവനൊന്ന് കണ്ണടച്ച് വരുമ്പോഴേക്കും അവരെത്തും. അങ്ങനെ ചേട്ടനെ അനിയനും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യണതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അവൻ ഇപ്പോൾ തോമുനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓടാനാണ് ഇഷ്ടം. ഫോട്ടോ എടുക്കുമ്പോൾ ഓടിയിട്ട് അവൻ എന്താ പറയുക, അങ്ങനെ എടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ചേട്ടൻ കാണിക്കുന്ന അതേ കാര്യങ്ങളാണ് അനിയനും കാണിക്കുക. അങ്ങനെ എന്താ പറയുക, കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പതിവായിട്ട് വിളിക്കുന്ന ഓട്ടോ കിട്ടിയില്ലെന്ന്. അപ്പോൾ അവൻ വേറെ എവിടെയോ വർക്കിന് പോയേക്കായിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞു ഒരു ഇലക്ട്രിക് ഓട്ടോ ആണ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കാണാണ്ടായപ്പോൾ അവർ പറഞ്ഞു നമുക്ക്
എന്തായാലും പുറത്ത് ഇറങ്ങി നിൽക്കാം, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുമ്പോൾ കയറി പോകാമെന്ന് പറഞ്ഞു. കാരണം വിളിച്ച ഓട്ടോറിക്ഷകളൊക്കെ ഓട്ടത്തിലായിരുന്നു. കാരണം സമയം അതാണല്ലോ, 11:15 അങ്ങോട്ടാണ് സമയം. അങ്ങനെ ഇവരിത് ഗേറ്റിൻ്റെ പുറത്തേക്ക് കടന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒക്കത്ത് ചാക്കോച്ചനുണ്ട്, അതുകൊണ്ട് ഞാൻ ഗേറ്റ് തുറക്കാനടയ്ക്കാനൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും ഓട്ടോ വന്നു. ഇഷ്ടംപോലെ വണ്ടികൾ ഇതിൻ്റെ മുമ്പിൽ കൂടെ പോണതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്ക് ചെയ്യണ്ടെന്ന്, വെറുതെ ഇട്ടാൽ മതിയെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഡാഡിയോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മോൻ ഉറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് ഗേറ്റ് വരെ വന്ന് തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഞാൻ വെറുതെ ചാരി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ അവൻ വല്ലാണ്ട് കരയൊന്നുമില്ല കേട്ടോ ഇവർ പോകുമ്പോൾ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് കരയും. പക്ഷേ ഇവൻ എന്താ പറയുക, അമ്മാമ്മ കുട്ടിയാണ്. അവൻ വലിയ കരച്ചിലും ബഹളങ്ങളൊന്നുമില്ല. അവർ പോയെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് എൻ്റെ അമ്മാമ്മയുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് അവന് കേട്ടോ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ഇലക്ട്രിക്കിൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞു. പറയേണ്ടത് അത് ഭയങ്കര സുഖമാണ്. പിന്നെ ആ ചേട്ടൻ ഇലക്ട്രീഷ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു ഈ മതിലുമ്മ വെച്ചിട്ടുള്ള മറ്റേ ചട്ടികളുണ്ടല്ലോ, അത് മൊത്തം വാടി വല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു ഇനി അതൊക്കെ എടുക്കാം, കാരണം ഇനി മഴ പെയ്യില്ല, നല്ല മുട്ട വെയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എടുത്ത് നമുക്ക് പരിയപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് വെള്ളം ഒഴിച്ച് വെക്കാം, പിന്നെ അല്ലാണ്ട് ഇനിയിപ്പോൾ ശരിയാവില്ല, വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ. അങ്ങനെ ഞാൻ അകത്ത് കയറി നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അറിയാലോ എല്ലാവരും പോയി കഴിയുമ്പോഴാണ് നമ്മളത് ചെയ്യുക. അപ്പോഴേക്കും ചാക്കോച്ചി കിടന്നുറങ്ങി. അപ്പോൾ ചാക്കോച്ചിനെ എൻ്റെ റൂമിലാണ് കിടത്തിയത്. കാരണം വേറെ എവിടെയും കിടത്താൻ എനിക്ക് ധൈര്യമില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ അവൻ സ്ഥിരം കയറി ഇറങ്ങുന്ന കട്ടിലാണ്. ഞാൻ എപ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇറങ്ങിക്കോളും, വീഴില്ല എന്നുള്ളതൊരു ഉറപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഡാഡി വന്നു. അപ്പോൾ ഡാഡി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കുട്ടി കുഴലപ്പവും പിന്നെ മിക്സറും മറ്റേ ഇവിടുന്ന് പിന്നെ കുറച്ച് പച്ചക്കറികൾ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നേ. അപ്പോൾ പുതിയ പ്ലേറ്റ് ചെയ്ത കുറച്ച് വളകളാണിത്. ഇതൊക്കെ വൈറ്റ് ഗോൾഡാണ് കേട്ടോ. അത് കണ്ടമാനം വന്നു. ഇത് ഗോൾഡനാണ്, മറ്റേത് വൈറ്റ് ഗോൾഡാണ്. കുറേ പാറ്റേൺ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത് മുഴുവൻ ഫോട്ടോസ് എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുള്ള സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കി വരുമ്പോഴേക്കും അടുത്ത എന്തെങ്കിലും ഒരു പണി കിട്ടും. അപ്പോൾ അങ്ങോട്ട് നീങ്ങും. ഇത് എനിക്ക് തോന്നുന്നു ഒരു 6-7 എണ്ണം എടുത്തപ്പോഴേക്കും എനിക്ക് പറ്റാണ്ടായി. എന്നെ എന്തോ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ ഞാനതവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോവുക ചെയ്തിട്ട്. എല്ലാം നല്ല പാറ്റേൺസാണ്. വൈറ്റ് ഗോൾഡും ഉണ്ട്, സാധാരണ ഗോൾഡും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ എടുത്ത് വരുമ്പോഴേക്കും ദൈവന്മാർ വന്നു. അതാണ് എൻ്റെ ഫോട്ടോ എടുക്കൽ ബ്ലോക്കായത്. അങ്ങനെ ഇവരിതേ വേഗം വന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അപ്പോൾ ഉറങ്ങിക്കിടന്നോ എണീറ്റ് വരണുണ്ടോ, ഇവരുടെ ഒച്ച കേട്ടിട്ട് തോമാച്ച നല്ലോണം കോളിംഗ് ബെൽ അടിച്ചായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഇവൻ ചാടി എണീറ്റിട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ പിള്ളേർസൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് ഏർപ്പെടാമെന്നായിട്ടോ. കാരണം എൻ്റെ പണികളൊക്കെ ഇങ്ങനെ നിറച്ച് നിൽക്കുമായിരുന്നു. കാരണം ഈ മോൻ ഉറങ്ങുമ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ധൈര്യമില്ല. അങ്ങനെ നമ്മുടെ പിള്ളേർസിൻ്റെ 2 പേരുടെയും മീറ്റിങ്ങിന് പോയപ്പോഴുള്ള അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, സർട്ടിഫിക്കറ്റല്ല അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. നല്ല അഭിപ്രായം 2 ആളുടെയും. അങ്ങനെ അപ്പോഴേക്കും ഒരു കൊറിയർ വന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തന്നെയാണ് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല, മിൽക്ക് പൗഡറാണ്, കോക്കനട്ട് മിൽക്ക് പൗഡർ. അപ്പോൾ ഞാനിത് സ്ഥിരം വാങ്ങിക്കുന്നതാണ്, കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ്. അപ്പം ഞാൻ ഇത് സാധാരണ ബെസ്റ്റ് ബേക്കറിയിൽ നിന്നാണ് വാങ്ങിക്കുക, നമ്മുടെ ബെസ്റ്റ് അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. പക്ഷെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, പറ്റുന്നില്ല അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഡാഡിക്കായാലും അതെ, ആ വഴിക്ക് പോകൽ വളരെ കുറവായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതേ വില തന്നെയാണ് നമ്മളുടെ ഓൺലൈനിലും ഉള്ളത്. എന്നാൽ പിന്നെ വെറുതെ ഇവിടുന്ന് അവിടം വരെ പോയി വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തു. 690 തോന്നുന്നുണ്ട്. ഞാൻ ആ ബില്ല് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ മാഗിയുടെ ചെറിയ പാക്കറ്റ് വാങ്ങിക്കില്ലേ, അത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിലെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് വീണ്ടും റിവൈൻഡ് അടിച്ച് നോക്കി കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഒന്നും കൂടി എല്ലാ ഭാഗങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത് നല്ല തരം കോക്കനട്ട് പൗഡറാണ്, ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പല ബ്രാൻഡും മാറി മാറി വാങ്ങും, പക്ഷേ ഇതും നല്ലത് തന്നെയാണ്. ഇതാണ് സെയിം ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോക്സിലിട്ട്, ഒരു ബോക്സിലിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും, അല്ലാത്തത് ഞാൻ പുറത്ത് തന്നെയാണ് വെക്കുക. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വെക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം, ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കേടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ചെറിയൊരു കൂട്ടാൻ വെക്കാനായിട്ട് നമ്മൾ വെറുതെ ഒരു നാളികേരം ചിരകി അത് പാല് പിഴിഞ്ഞ് ആ പാല് ബാക്കി വന്നു ഒന്നും നിൽക്കണ്ട. ഇതാകുമ്പോൾ
ഇളം ചൂടുവെള്ളത്തിൽ ആവശ്യമുള്ളത് മാത്രം മിക്സ് ചെയ്ത് പാലാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കളയിൽ നിൽക്കുന്ന വേഷം കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കണതല്ലേ കണ്ടിട്ടുള്ളൂ, എന്നെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് കേട്ടോ എൻ്റെ അടുക്കളയിൽ നിൽക്കുന്ന എൻ്റെ രൂപം ഇതാണ്. അപ്പോൾ ഞാൻ വേഗം, ഞാൻ പറഞ്ഞില്ല ഇന്നത്തോടു കൂടി നമ്മുടെ ഇറച്ചി മീനൊക്കെ അവസാനിപ്പിക്കണം. അങ്ങനെ മീൻ പുരട്ടി വെച്ച സമയത്താണ് ഞാൻ നോക്കിയപ്പോൾ പാലെടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 2 പാക്കറ്റ് പാലിങ്ങനെ വെട്ടിയിട്ടിരിക്കുക. ഒരു പാക്കറ്റ് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതറിയാണ്ട് അടുത്തൊരു പാക്കറ്റ് കൂടി കട്ട് ചെയ്തു. കുട്ടികൾക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ അത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് കാണിച്ചു, കയ്യോടെ ഫലൂഡ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശരിക്കും ആദ്യം ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് ഒരു പാക്കറ്റാണ്. പക്ഷേ ഞാൻ ആ 2 മുക്കാൽ പാക്കറ്റ്, അതായത് 1.5 പാക്കറ്റ് എടുത്തിട്ട് ഞാൻ രണ്ടാമത് ഉണ്ടാക്കുക ചെയ്തേട്ടോ. ഇത് നമ്മുടെ മാംഗോൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഫോട്ടോസും ഫ്രണ്ടും ബാക്കും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സേമിയ ഉണ്ടെങ്കിൽ സേമിയ വേവിച്ചിടാം, ചിയ സീഡ്സ് ഇടാം. മധുരം വേണ്ടി വരില്ല, ആവശ്യത്തിലധികം മധുരം ഇതിലുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ കുറേ മധുരം വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉള്ള മധുരം മതി എന്ന് വിചാരിച്ച് കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ ഈ മധുരം തന്നെ ധാരാളമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫലൂഡ ഉണ്ടാക്കി ഞാനത്. അപ്പോൾ ഞാൻ കുറച്ച് സേമിയ വേവിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും ഇല്ലാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഫലൂഡ മിക്സിൻ്റെ കവർ. മാംഗോ ആണ്. ഇനി റോസിൻ്റെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കും. അപ്പോൾ 6 പേർക്കുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റാണ്. 6 ഗ്ലാസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റാണ്. പിള്ളേർസ് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ പിന്നാക്കാണ്. അവരിങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കൽ വളരെ കുറവ്. അപ്പോൾ ഇതിലെവിടെയോ ഞാൻ ഇത് കട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ ഇത്. അപ്പോൾ അതാണ് ഈ കാണുന്ന ബ്ലാങ്ക്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതാ, ഇത് എനിക്ക് തോന്നുന്നു 2ാമത് എടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. എന്തോ ഒരു അബദ്ധം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ഫലൂഡ മിക്സ്. അപ്പോൾ ഞാൻ കുറച്ച് ചിയ സീഡ്സ്, കുറച്ച് കാഷ്നട്ട്, പിന്നെ കുറച്ച് സേമിയ ഞാൻ എക്സ്ട്രാ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ 1 ലിറ്റർ പാലിന് വരും ഞാൻ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് ടാലി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വേഗം അലക്കിയത്. അപ്പോഴേക്കും ഓൾറെഡി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞു, അലക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഞാൻ ഇന്നലത്തെ ഓർമ്മയാണ് കേട്ടോ. ഇന്നലെ ആ പറഞ്ഞ കുട്ടിയുടെ ഓർമ്മകളാണ്. അലക്കിയ വാഷിംഗ് മെഷീനിൽ അലക്കണു പണിയില്ല എന്നുള്ളത്. അപ്പം ഞാൻ വേഗം തുണികൾ തോരയിടാനായിട്ട് നിന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഊണ് കഴിക്കാനും കുറേ ലേറ്റായിട്ടാണ്. അപ്പോൾ തുണികൾ തോരയിട്ട് കഴിഞ്ഞിട്ട് ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു. 2-3 ഡിമ്പിളുടെ നല്ല ഡ്രസ്സ് 2-3 ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് സോപ്പ് വെള്ളത്തിൽ കഴുകി ആ സോപ്പ് വെള്ളം അങ്ങനെ തന്നെ കൂട്ടിലൊന്നൊഴിച്ചു. ഇന്ന് ശനിയാഴ്ചയല്ലേ, ഞാൻ പറയാറില്ലേ ശനിയാഴ്ച ദിവസമാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി ഇടയിൽ കഴുകും കേട്ടോ. എന്നാലും എൻ്റേതായ ഒരു എന്താ പറയുക, നമുക്കൊരു തൃപ്തിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മിക്കവാറും ശനിയാഴ്ച ദിവസമാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇന്ന് ഫുൾ ഞാൻ അടുക്കളയിലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ പ്രത്യേകിച്ച് ഇറച്ചി മീനൊക്കെ ഇന്ന് അവസാനിപ്പിക്കണം, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കുന്നതിന് മുമ്പ് കുറേ പട്ടിയുടെ കുറച്ച് ഇറച്ചികൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും അതിൻ്റേതായ സ്ഥാനങ്ങളിൽ വെച്ച്. അപ്പോൾ അവരൊക്കെ ഊണ് കഴിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ അവസാനം ഒരു 2 പിടി ഉണ്ടു എന്ന് വരുത്തിയപ്പോഴേക്കും എനിക്ക് പറ്റാണ്ടായി. കാരണം കാലത്ത് തൊട്ടൊറ്റ നിൽക്കണതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, എല്ലാം കഴുകി വെച്ചിട്ടാട്ടോ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു, അവിടെ കിടക്കട്ടെ വെച്ചിട്ട് ഞാൻ പോയിട്ട് കിടന്നു. അപ്പോൾ ആ സമയത്ത് ഡിമ്പിളിനും ഡാഡിയും പാച്ചൂട്ടനും കൂടിയിട്ട് ഡോണും കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവർ പുറത്ത് പോയി 6 മണി ആയപ്പോഴേക്ക് 4:30 ആയപ്പോഴേക്ക് അവർ വന്നു. പക്ഷെ ഞാൻ വന്നതിന് ശേഷമാണ് ഞാനൊന്ന് കിടന്നത്. ഞാനെന്നല്ല, കുട്ടികളൊക്കെ കിടന്നത്. അപ്പോൾ ഞാൻ 6 മണിയായപ്പോഴേക്ക് എണീറ്റ് നമ്മുടെ പിള്ളേർസിനുള്ള പാലും കാര്യങ്ങളും ഒക്കെ കൊടുത്തപ്പോൾ ഒരുത്തിയുടെ സ്നേഹപ്രകടനമാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ 3 ആൾക്കും കുറച്ച് നേരം എൻ്റെ മേത്തൊന്ന് കിടന്ന് മേയണം. പക്ഷേ ഞാൻ സമ്മതിക്കാറില്ല, കാരണം ഞാൻ ചാക്കോച്ചനൊക്കെ എടുക്കുന്നതല്ല. അപ്പോൾ പിന്നെ ഞാൻ അധികം അങ്ങോട്ട് അവരുടെ കൂടെ കിടന്ന് മറയാൻ പോവാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ 3 പേരുടെയും പാലിൻ്റെ ബാക്കിയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചായ വെച്ചു. ചായ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ ചെമ്മീനും ഉണ്ട് ബാക്കി. ഇനി അയില ഞാൻ ഉച്ചയ്ക്ക് ഓൾറെഡി എടുത്തു. പിന്നെ നമ്മുടെ കട്ട്ലേറ്റിലേക്ക് അടിച്ച് വെച്ച കീമയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആദ്യം അപ്പോഴേക്കും ഡാഡി ചോദിച്ചു തുടങ്ങി, കട്ട്ലേറ്റ് ഉണ്ടാക്കണില്ലേ? ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്തോ എല്ലാവരും പറയണ കേൾക്കാം, പണ്ട് തൊട്ട് ഡിംപിളാണ് ശരിക്കും കട്ട്ലേറ്റ് ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി ലക്ഷ്മി നായരുടെ കയ്യിൽ നിന്ന് എന്താ പറയുക ഏറ്റവും നല്ലൊരു അഭിപ്രായം കിട്ടിയത്. അപ്പോൾ
ഞാനും എന്തോ ഞാൻ ഉണ്ടാക്കണ പോലെ അവളുണ്ടാക്കണ പോലെ ഞാനും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. എന്തായാലും കട്ട്ലേറ്റിന് നല്ല അഭിപ്രായമാണ് നമ്മുടെ. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ മുക്കി പൊരിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. മുട്ട മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്നോട് ആര് ചോദിച്ചാലും ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അതായത് 3 സ്റ്റെപ്പാണ്. ആദ്യം ഇറച്ചി വേവിച്ച് അടിച്ച് വെക്കുക, രണ്ടാമത് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെക്കുക, മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. സബോള, ഇഞ്ചി, വേപ്പില, പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം ഉപ്പിട്ടിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇട്ട് അതൊന്ന് മൊരിയുമ്പോൾ ഈ വറുത്ത കീമ അതിലിട്ട് ഒന്ന് നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങും അതും കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മുട്ട പൊട്ടിച്ച് അതിലിട്ട് നമ്മൾ എന്താ പറയുക ഉണ്ടാക്കുക. അപ്പോൾ ഇത് ചെയ്യണ നേരത്ത് അവിടെ ഓച്ചും പിള്ളേരും കൂടി കളിയായിരുന്നു കേട്ടോ. അപ്പോൾ പാച്ചു എണീറ്റിട്ടില്ല, പാച്ചു നല്ല ഉറക്കമാണ്. അപ്പോൾ അവർ ഭയങ്കര കളിയാണ്. അപ്പോഴേക്കും ഞാനിവിടെ നമ്മളുടെ കട്ട്ലേറ്റ്, അപ്പോൾ കുട്ടികൾക്ക് ഇട നേരത്ത് കഴിക്കാമല്ലോ എന്ന് സ്നാക്സിന് പകരം ഞാൻ കട്ട്ലേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടംപോലെ ഇപ്പോൾ കടയിൽ നിന്നാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഓരോന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം എന്ന് പറയുമ്പോഴേക്കും 2 കട്ട്ലേറ്റോ കടയിൽ നിന്നെന്ന് പറയും. പക്ഷെ നമ്മുടെ വീട്ടിലാകുമ്പോൾ 3ഉം 4ഉം ഓരോരുത്തരും തിന്നും. അതെന്തോ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പഴംപൊരി ആയാലും പുറത്ത് പോയാൽ ഓരോന്നാണ് വാങ്ങിക്കുക. പക്ഷേ വീട്ടിൽ വരുമ്പോൾ നമ്മൾ 4ഉം 5ഉം 6ഒക്കെ തിന്നും. അപ്പോൾ അതങ്ങനെയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടിയിട്ടോ എന്തോ എനിക്കറിയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ പിള്ളേർസിന് അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും മുട്ട നല്ലതാണ്. അപ്പോൾ അത് കൊടുക്കാം. അപ്പോൾ കുറുങ്ങലൊന്നും ഇല്ലാത്ത കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിനായാലും തോമുനായാലും ഒരു ദിവസം ഒരു മുട്ട എങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ തിന്നാൻ കൂട്ടാക്കില്ല, അതാണ് പ്രശ്നം. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ചെമ്മീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചെമ്മീൻ കറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നല്ല കറിയാണ്, സൂപ്പർ കറിയാണ്. ഒന്നുമില്ല, നല്ലോണം വെളിച്ചെണ്ണ എടുക്കുക, അതിൽ കുറച്ച് ഉലുവ ഇടുക. ഉലുവ ഇട്ട് പൊട്ടുമ്പോൾ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വാട്ടുക. സബോളയും കൂടിയിട്ട് നന്നായി വാട്ടിയതിന് ശേഷം ഒരു ടിപ്പാണ്, ഒന്നെങ്കിൽ മൈദാമാവ് അല്ലെങ്കിൽ അരിപ്പൊടി. പക്ഷെ അത് രണ്ടും, അരിപ്പൊടി നമ്മൾ ഓൾറെഡി വറുത്തതാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ മൈദയാണ് ചേർക്കണമെങ്കിൽ നല്ലോണം ഒന്ന് മൊരിയണം, ഒന്ന് ചൂടായി അതിൻ്റെ പച്ചച്ചുവം പോയി എന്ന് നമുക്കൊന്ന് മനസ്സുകൊണ്ട് തോന്നണം. എന്നിട്ട് അതിലേക്ക് നല്ലോണം കഴുകി വെച്ച് അതിൻ്റെ ആ ബാക്കിലത്തെ ബ്ലാക്കൊക്കെ കളഞ്ഞ ചെമ്മീൻ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ എന്താ പറയുക ഇളക്കിയെടുക്കാം. അപ്പോൾ ശരിക്കും നമ്മളുടെ മറ്റേ ഇതുണ്ടല്ലോ, ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ടത്, കണ്ടല്ലേ നിങ്ങൾ. അപ്പോൾ അരിപ്പൊടിയും ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം അതിലൊഴിച്ച്, അതായത് സ്പൂൺ കഴുകാവുന്ന വെള്ളം. അപ്പോൾ ഇത് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം എരിവും പുളിയല്ല എരിവും ഉപ്പും എങ്ങനെയുണ്ടെന്ന്, എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവർ കളിയാക്കുകയാണ്, അമ്മയും 3 മക്കളും കൂടി അഗതികൾ എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ മറ്റേ വൈഷ്ണവ ജനതോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ ഇവിടെ, ജഗതിയും കൽപ്പനയൊക്കെ. അപ്പോൾ കൽപ്പന ആൻറ്റിയുടെ പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഡിംപിൾ ഇവിടെ ഇരുന്നിട്ട് പാടുക കേട്ടോ. അമ്മയും 3 മക്കളും വരുമ്പോൾ ഹിന്ദി എന്താ ഭിക്ഷാടനം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ അകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, തമാശകളും. ഞങ്ങളുടെ ഫ്രീ ടൈം മുഴുവൻ ഇങ്ങനെയാണ്, കിച്ചണിൽ ഞാൻ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ ഒപ്പം വന്ന് നിന്ന് വർത്താനവും കാര്യങ്ങളും, രുചി നോക്കൽ, തിന്നൽ, ഇതൊക്കെയാണ് മെയിൻ പണി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നൈറ്റി വളച്ചു കുത്തി ഇത് നോക്കണ്ട കേട്ടോ. എൻ്റെ പുതിയ നൈറ്റികളൊക്കെ ഭയങ്കര ഇറക്കം കൂടുതലാണ്. പക്ഷേ ഈ കുട്ടികൾ പറയും മടക്കി അടിക്കേണ്ട മമ്മിയെ, വേണ്ട എന്ന് പറയും. പക്ഷേ എനിക്കത് താഴെ ഇട്ടിട്ട് പണിയെടുക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഞാനത് എടുത്ത് കുത്തും, കാരണം ചാക്കോച്ചനൊക്കെ എടുക്കണ്ടേ അങ്ങനെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഫൈനൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവസാനം നമ്മൾ ഇത് ഇളക്കിയതിന് ശേഷം കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, അത് അവിടെ ആയിരിക്കണം നമ്മുടെ എരിവ് എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് തക്കാളി കുനുകുനാന്നാണ് ഞാൻ അരിഞ്ഞിട്ടത്. അത് കഴിഞ്ഞ് വട്ടണിയും വേണമെങ്കിൽ അരിഞ്ഞിടാം കേട്ടോ. ഇട്ട് അത് കഴിഞ്ഞ് നല്ല കട്ടിയുള്ള നാളികേരപ്പാലും കൂടി ഒഴിച്ച് ഒരു 6-7 മിനിറ്റ് മൊത്തം മതി കേട്ടോ. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റബ്ബർ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നല്ല സോഫ്റ്റ് ചെമ്മീനായിരുന്നു കേട്ടോ. അങ്ങനെ അത് ആക്കി അത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് കറിക്കെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാനത് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്, ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട് തോന്നുന്നു. എന്നാൽ അപ്പോൾ 9 മണിയാകുമ്പോഴേക്കും എൻ്റെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞു കേട്ടോ. കുട്ടികളൊക്കെ കുളിപ്പിക്കാനും അവർ ടാറ്റ പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഡോൺ ഇന്ന് ഇത്തിരി ദൂരേക്ക് പോയേക്കാം. അപ്പോൾ ഇന്ന് വരാൻ കുറേ ലേറ്റാവും. അപ്പോൾ അവനുള്ള 2 കട്ട്ലേറ്റും കുറച്ച് കറിയൊക്കെ മാറ്റി വെച്ചെങ്കിലും ഞാൻ കിടക്കാറായ നേരത്ത് കുട്ടികളോട് പറഞ്ഞാൽ അത് അവസാനിപ്പിച്ചോ, കാരണം നാളേക്ക് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ആ കട്ട്ലേറ്റും ഇവരുടെ ഭക്ഷണം കഴിഞ്ഞു. അപ്പോൾ ഡിവൈനും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഡാഡിയും ഞാനും കഴിച്ചു.
അങ്ങനെ ഡിംപിൾ ദേ കുട്ടികളുടെ സെക്ഷനിൽ നിന്ന് കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ വള, തള, ബ്രേസ്ലെറ്റ്, പിന്നെ എന്തുട്ടാ കരിമണിയുടെ, അതിന് നമുക്ക് കുട്ടികളുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ. പക്ഷേ എന്താ ദോഷം എന്ന് വെച്ചാൽ ഉണ്ണികളുടെ വളയാകുമ്പോൾ ഇതുപോലെ കണ്ടു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വ്യത്യാസം സൈസിനുണ്ടാവുള്ളൂ. പക്ഷേ ചെറുതായാൽ കയറില്ല, വലുതായാൽ കുറേ വലുതാവുകയും ചെയ്യും. അപ്പോൾ കറക്റ്റ് സൈസ് നമുക്ക് അറിയണം, എന്നാലേ അതെടുത്ത് നമുക്ക് തന്നയക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളുടെ മൈലാഞ്ചിയാണ് കേട്ടോ. വിരലിമിട്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു നല്ല ഭംഗിയുണ്ട് മമ്മിയെന്ന്. ഇത് കുട്ടികളുടെയാണ് അത്. അപ്പോൾ ഡിംപിളിന് ഇതിൻ്റെ ഗോൾഡ് ഉണ്ട് കേട്ടോ, കല്ലൊന്നുമില്ല, നിസ്സാരം. ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ അതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞ് ഇതാ ഡിവൈൻ വേഗം പിള്ളേർ എണീക്കുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചു. അതിൻ്റെ പിന്നാലെ ഫലൂഡ കഴിച്ചു. അപ്പോൾ പറയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മളുടെ പുറമേന്ന് കഴിക്കണേക്കാളും ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പം ഞാൻ കിച്ചണിൽ കയറണ കാരണം എനിക്ക് തന്നെ ഭയങ്കര എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ മെയിൻ ഹോബി അതാണ്, കുട്ടികളെ തീറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പേരക്കുട്ടികൾ 2 പേരും കാര്യമില്ല. ചാക്കോച്ചനാണ് പിന്നെ എന്തെങ്കിലും കൊടുത്താൽ വായൊന്ന് തുറക്കാം. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ പറയില്ലേ, നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ബൈ.